ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ നല്ല അടിപൊളി മുതിര തോരൻ. ഈ മുതിര തോരൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഈ കർക്കിടക മാസത്തിൽ നമ്മൾ പലതും കഴിക്കുന്നുണ്ടല്ലോ. കർക്കിടക കഞ്ഞി, കർക്കിടക മരുന്ന്, ഉഴിച്ചിൽ, പത്തിലത്തോരന്, പലതരം തോരന്, അതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ഒക്കെ മാറി നിൽക്കും ഈ മുതിരത്തോരൻ. മുതിര നിങ്ങൾ കർക്കിടക മാസം ഫുള്ളൊന്ന് കഴിച്ചു നോക്കി. മുതിര ആരൊക്കെ മുതിര തോരൻ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയും. പ്രധാനമായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ അല്ല ഈ ഒരു കൊല്ലത്തിലുള്ള കർക്കിടക മാസമല്ലേ, അന്നേരമാണ് നമ്മൾ തടി പോറ്റുക. ആ സമയത്ത് നമ്മൾ ചൂടായിരിക്കും, നല്ല തണുപ്പാണല്ലോ കർക്കിടക മാസത്തിൽ. ഇതിന് കഴിച്ചാൽ ചൂടായിരിക്കും കേട്ടോ. പിന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കും, ചീത്ത കൊളസ്ട്രോൾ ഇല്ലാണ്ടാക്കും, നല്ല കൊളസ്ട്രോളിനെ കൂട്ടും. പിന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുക. പിന്നെ ദഹനം, ഇതിൽ ധാരാളം നാരുകളുള്ളത് കൊണ്ട് പെട്ടെന്ന് ദഹന പ്രക്രിയ സുഖമാക്കും. അന്നേരം നമുക്കൊരാരോഗ്യം കിട്ടുകയും ചെയ്യും. നമുക്ക് അങ്ങനെ ഇങ്ങനെ രോഗമൊന്നും വരില്ല. എല്ലിനും പല്ലിനും എല്ലാം തന്നെ നല്ലതാണ്. അതൊക്കെ സംരക്ഷിക്കേണ്ട മാസമാണ് ഈ കർക്കിടക മാസം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള മുതിര ഒക്കെ ഉണ്ടാക്കിയിട്ട്, മുതിരൻ്റെ ഇതിങ്ങനെ ആയിക്കോളുന്നല്ല, മുതിര കറികൾ, മുതിര നമ്മൾ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് ചെയ്യാറുണ്ട്, എന്നാലും വീഡിയോ തുടങ്ങുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട്. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഇതാ മുതിരക്ക് അത്ര ഒന്നും പൈസ കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. ഇതാ ഈ കർക്കിടക മാസത്തിൽ 30 ദിവസം മുതിര ഇന്ന് അത്രക്കും നല്ലതാണ്. കണ്ടോ മുതിര, ഇത് പച്ച മുതിര വാങ്ങി കൊണ്ടുവന്ന ശേഷമുള്ള മുതിര. നമുക്കിതിന് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കഴുകണം, കല്ല് പോക്കണം. കല്ല് പോക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കല്ല് കടിച്ചിട്ട് പിന്നെ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നന്നായിട്ട് കഴുകി കല്ല് പോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. മുതിരയൊക്കെ നമ്മൾ ഇത്ര തിന്നതാലേ. പണ്ട് കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തില്ലേ, ഞങ്ങൾക്ക് രാവിലെ ചായക്ക് കൂട്ടാൻ മുതിര വെച്ചതൊക്കെ ഇരുന്നു, വറവിട്ടത്, ഉപ്പേരി. അന്നൊക്കെ ഒരു നേരത്തെ ഭക്ഷണം വിശപ്പ് മാറ്റാന്നായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഔഷധ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് മുതിര വാങ്ങി കഴിക്കുക ചെയ്യുന്നത് കേട്ടോ. അന്നും ഇന്നുള്ളൊരു വ്യത്യാസമല്ലേ. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ചും എടുക്കുന്നത്. ഫുൾ എന്നുണ്ടാക്കുകയാണ്, നന്നായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനൊരു ഗ്ലാസ് ഇങ്ങ് എടുക്കുക. കുറേ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ എടുക്കുക. ഇത് സ്കൂൾ പോണ മക്കൾക്ക് നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്കൂളും വിട്ട് വരുന്ന മക്കൾക്ക് ഇത് ഉണ്ടാക്കി വെച്ചതിനോട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കും. ഇതിനോണ്ടൊരു കറി ഉണ്ടാക്കും ഇവിടെ കേട്ടോ. ചോറിൻ്റെ ചാറ് എന്ന് പറയുക, അത് എന്തോ ഒരു സൂപ്പറായിരിക്കും എന്നറിയോ. പിന്നെ എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കും, മധുരട്ട് തിന്നണേ അതുണ്ടാക്കും. ഉപ്പേരിയിലൊക്കെ ഇടും ഞങ്ങൾ. കാമ്പ് ഇതില്ല, എന്തേലും കാമ്പിൻ്റെത്, കൂമ്പിൻ്റെത് ഒക്കെ വെക്കുമ്പോൾ, പിന്നെ കൂഞ്ഞി വെക്കുമ്പോൾ ചക്കൻ്റെ കൂഞ്ഞി വെക്കുന്നത്, ഇടിച്ചക്കയിൽ എല്ലാം ഇത് ഇടും കേട്ടോ. ഇന്നിപ്പോൾ അത് മുതിര മാത്രമാണ് വെക്കുന്നത്. ഇത്ര ഒരളവിന് ഇത്ര എടുക്കുന്നുണ്ട്. എന്താ നമുക്ക് എടുത്ത് വെക്കാം, അതിന് നാളെ വെക്കാമല്ലോ. ഇനി ഞാൻ കല്ല് വെക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. കല്ല് ഇപ്പോഴത്തെ അങ്ങനെ കല്ലൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ പോലെ. പണ്ട് കല്ല് എത്ര കിട്ടിയിരുന്നു, ഇപ്പോൾ അത്ര ഒന്നുമില്ല. ഇപ്പോൾ ഈ കല്ല് പോക്കുന്ന ആ യന്ത്രമൊക്കെ ഉണ്ടല്ലോ, നിലം തൊടാണ്ടാണല്ലോ ഇപ്പം എല്ലാം വിളവെടുക്കുന്നത്. നെല്ല് വരെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇതൊന്ന് കഴുകി ഞാൻ അരിക്കും പോലെ ഒന്ന് അരിച്ച് കാണിച്ച് നിങ്ങൾ ചെയ്യലുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. വെള്ളം ഒഴിക്കട്ടെ. ഇപ്പം ഒന്നുമില്ല അതിരുന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കല്ല് പോക്കിയിട്ട് കഴുകുക. എങ്ങനെയാണെന്നറിയാം കല്ല് പോക്കുന്നത്? അതെങ്ങനെ എങ്ങനെ ആക്കും കേട്ടോ. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കല്ലുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ കേട്ടോ. ഇതങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചോറിനുള്ള അരിയും ഇങ്ങനെ ഇങ്ങനെ ആക്കൂ. ഇത് ഫുള്ള് കാണിക്കാൻ പറ്റിയ വീഡിയോ നീണ്ടുപോകും. ഇങ്ങനെ പിന്നെ വീണ്ടും ഈ വെള്ളം തന്നെ ഇങ്ങനെ വിൽക്കൂ. ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ ഇങ്ങനെ അങ്ങനെ അരിച്ചരിച്ചിതാ ഇവിടം വരെ എത്തി. ഇതാ ഇല്ല കേട്ടോ, ഒരു കല്ലും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഞാൻ ഈ അടി ഞാൻ എടുക്കുന്നില്ല. ഇനി ഞാനിതൊന്ന് കഴുകി അരിപ്പയിലിടട്ടെ. ഇനി വെള്ളം ഒന്ന് വാരട്ടെ.
വെള്ളം വാർന്നു പോകുന്നതിന് വരട്ടെ നിങ്ങൾ പറയും ഓരോ ഭാഷകളിലേ. ഇനിയാണ് നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടം വരെ എത്തിയില്ലേ? നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ചൂടാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ വെളിച്ചെണ്ണ ഉച്ച കഴിഞ്ഞിട്ട് ഉണന്നില്ല എന്നുള്ളത് കേട്ടോ. ഇതാ ഇപ്പോഴും വരെ ഉറങ്ങുക. അങ്ങനെ എണ്ണ ചൂടായി, എണ്ണയിലേക്ക് ഇതിടട്ടെ. നന്നായിട്ടൊന്ന് വറുക്കുക. ഞങ്ങൾ പിന്നെ കറി വെക്കൽ എങ്ങനെയാണെന്നറിയാം, മുതിര കറി. ഈ മുതിര കറി എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ കഴുകാണ്ട് തന്നെ അങ്ങ് വറുക്കും. വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോല് മിക്സിയിലിട്ട് ഒറ്റ കറക്കുക. ആ കറക്കി കഴിഞ്ഞ് അതിൻ്റെ പരിപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ ചോറിന് കറി ഉണ്ടാക്കുക. ഇതിപ്പോൾ അങ്ങനെയല്ല, അത് തോരനാണ്. ഇത് കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ തോരൻ. ഇത് കഴിച്ചാൽ കുതിര ശക്തി എന്നാട്ടോ. ഇത് കഴിച്ചാൽ എന്തെല്ലാം ഗുണമുണ്ട്. ഇത് വറവാകുമ്പോൾ കാണിച്ചു തരാം, അത് നീണ്ടു പോകും. ഇതാ വറവായി വന്നു കേട്ടോ. വറവായി വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറിയേ കണ്ടോ. ആദ്യം വെളുത്തുണ്ടനിയല്ലോ, ഒരു പൊട്ടുന്ന ഒച്ച കേൾക്കും. അതാ ഈ പൊട്ടുന്ന ഒച്ച വന്നാൽ ഇത് റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഈ കുക്കറിലിടട്ടെ കേട്ടോ, ചൂടായിപ്പോയി. ഈ ചൂടോടെ തന്നെ ആ കുക്കറിലിടുന്നത്. ഇത് കല്ല് പോക്കിയതാണ്, നല്ല വൃത്തി കഴുകിയതാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇനിയില്ല. ഞാൻ ഒരു ഗ്ലാസ്സാണല്ലോ മുതിര എടുത്തത്. നല്ല വൃത്തിയാണ്, ഒന്നുമില്ല. അതിന് നമ്മൾക്ക് മുതിരൻ്റെ മേലെ മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചു, കത്തിച്ചു. ഇനി ഇതിൽ ഞാൻ കുറച്ച് സാധനം ഇടുന്നുണ്ട്, എടുക്കട്ടെ. ഇതാ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി. ഞാൻ അടച്ചു വെക്കട്ടെ. ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഞാൻ മുതിരക്ക് തുടക്കം ഇടില്ല, വെന്ത് കഴിഞ്ഞിട്ട് വറവിലൊക്കെ ഞാൻ ഇടുള്ളൂ. മമ്പയർ, മുതിര, പിന്നെ ചെറുപയർ, അതിനൊന്നും ഞാൻ പിന്നെ ഉപ്പ് നേരത്തെ ഇടൂല. കാരണം എന്താ അറിയുക, അത് വേവൂല. ഇനി ഇതിന് മുതിര കുറച്ച് വേവുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഒന്ന് കുറച്ചിടും. കുറേ നേരം കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലത്തേക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അങ്ങനെ വിസിൽ വന്ന് വെള്ളം കുറഞ്ഞാൽ നീളങ്ങനെ ആയിരിക്കും വിസിലിൻ്റെ കേട്ടോ. വെള്ളം ഒത്തതായ ഉണ്ടാവും ഇതിൽ. ഞാൻ ഓഫാക്കട്ടെ, കുറച്ച് സമയമായി. ഇനി അതിലേക്ക് തേങ്ങ വേണം. തേങ്ങ നല്ലോണം ഇടണം. കർക്കിടക മാസമല്ലേ, ഇതൊക്കെ നല്ലോണം തിന്നും, നല്ലത് തന്നെയാണ്. തേങ്ങ ചിരണ്ടിയിട്ട് ചതക്കുന്നൊന്നുമില്ല കേട്ടോ. തേങ്ങ അത്രയും ചിരകിയെടുത്ത് ഇനി വറവിടാൻ സംസാരിക്കാനാവുന്നില്ല. തേങ്ങ ചിരണ്ടുമ്പോൾ വായിലിട്ട് പോയി. ഇനി ചെറിയുള്ളിയും കുറച്ച് അധികം എടുക്കുന്നത് നല്ല വറവിൽ. ഇത് നമുക്ക് വൈകുന്നേരം ചായക്കടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൽ ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല മഴ പെയ്യുമ്പോഴാണ് ഇത് തിന്നേണ്ടത്. ഇതിന് ചൂടാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ചൂടാവാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അല്ലേ മൂരികൾക്ക്, പണ്ട് നമ്മളെ നാട്ടിലൊക്കെ, ഞാൻ കോഴിക്കോട് ഏരിയയാണല്ലോ, അപ്പോൾ മൂരികൾക്ക് ഇത് കൊടുക്കും, ഇത് വേവിച്ച് കൊടുക്കും. അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. കഥ കൊടുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്. പോത്തിന് ഒക്കെ ഇത് നല്ലോണം വേവിച്ച് കൊടുക്കും. ഇത്രയും ഔഷധം ഉള്ളതാണെന്നുള്ളത് അറിഞ്ഞില്ലല്ലോ നമ്മൾ അന്നേരം ഒന്നും. നമുക്കല്ലേ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈക്ക് ഇങ്ങനെ ഇതുണ്ടാവില്ലേ, എല്ലിന് ഇങ്ങനെ കോടുകയാണ് ഞാൻ പറയും. അതിനൊക്കെ ഇത് ഫസ്റ്റാട്ടോ. നമ്മൾ കർക്കിടക മാസത്തിൽ നല്ലോണം ശരീരം പോറ്റിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം അങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അതാണ് ഈ കർക്കിടക മാസത്തിൽ ഉഴിച്ചിൽ, പിന്നെ കർക്കിടക കഞ്ഞി, പിന്നെ പത്തില തോരന്, പിന്നെ മുതിര കൊണ്ട് തന്നെ പല ഐറ്റംസും. മരുന്ന് കഴിക്കുന്നവരാ കുറേ പേര് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് കർക്കിടക മാസത്തിൽ വരും മരുന്ന് കഴിക്കാൻ.
അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തോറ്റു പോട്ടോ. ഇത് ഈ മുതിര ഒരു മാസങ്ങൾ മുതിര കഴിച്ചു നോക്കി നിങ്ങൾക്ക് ശരീരത്തിൽ നല്ല മാറ്റം ഉണ്ടാവും, കൊഴുപ്പ് കുറയൂ. ഞങ്ങളിവിടെ എങ്ങനെയാണെന്ന് അറിയാം, അത് വയനാടാണല്ലോ. കർക്കിടങ്ങൾ തുടങ്ങിയാൽ കുറേ വീട്ടുകാർ ഒന്നിച്ച കൂടി, കുടുംബമാണെങ്കിൽ കുറേ കുടുംബക്കാർ ഒന്നിച്ച കൂടി രാത്രി വലിയ ചെമ്പിൽ പലതരം മരുന്നുകൾ, അതിൽ എല്ലാം മധുരത്തിനുള്ള വെല്ലമൊക്കെ ഉണ്ടാവും, പലതരം മരുന്നുണ്ട്. മരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞ ലിസ്റ്റ് അത്രക്കുണ്ട്. എല്ലാം കൂടെ രാത്രി ഇരുന്നിട്ട് വരകി 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 കുറുകി ഇങ്ങോട്ട് എടുക്കും. ആ മരുന്നിന് നല്ല വിലയാണ്, അതിന് കിലോന് ഭയങ്കര വിലയാണത്. അങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അത്. പിന്നെ ഈ സമയം നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ അത് വാങ്ങാൻ കിട്ടും, നല്ല വില കൊടുക്കണം എന്നാലും വാങ്ങാൻ കിട്ടും. അതുപോലെ കർക്കിടക കഞ്ഞിൻ്റെ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ. അതുപോലെ കർക്കിടകത്തിൽ നമ്മൾ തടി പോറ്റാൻ, ആരോഗ്യം കിട്ടാൻ ഇതാ ഉള്ളി ആയിരുന്നു. ഉള്ളി കുറച്ച് അധികം നിന്നോട്ടെ, നല്ല ടേസ്റ്റാണ്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഇതിലിപ്പം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. കുക്കറിൽ അടി പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ കുറച്ചധികം ചേർക്കും, പേടിയാണ് ഇതായിട്ട്. അപ്പം നമുക്ക് ഈ വെള്ളമല്ലേ ഇതിലുണ്ടായ വെള്ളം, ഇത് നല്ലത് വറവിട്ട് നമ്മൾ കുടിക്കുകയല്ലേ ചെയ്യൂ. ഇതുകൊണ്ട് രസം ഉണ്ടാക്കൂ. ഇത് നല്ല ഔഷധ ഗുണമുള്ളതല്ലേ. അപ്പം നമ്മൾ ഇതിലേക്ക് വറവിടുമ്പോൾ അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ്സാണ് എടുത്തത്, ഇഷ്ടം പോലെ ആയിന് കേട്ടോ. ഇനി ഇതിൽ ചേരുവകളൊക്കെ കൂടുമ്പോൾ ഇത്ര ഉണ്ടാവും. ആയിക്കോട്ടെ, കർക്കിടക മാസത്തിലുള്ള തീറ്റയല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ബാക്കി വന്നാൽ നമുക്ക് നാളെ എടുക്കാമല്ലേ. അങ്ങനെയൊക്കെ ഇത് നമുക്ക് പിന്നെ ഭക്ഷണത്തിന് ചോറിന് വേണമെങ്കിൽ ചോറിന് വറവിട്ടിട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് രസം ഉണ്ടാക്കൂ, അതിനൊക്കെ നല്ലതായത്. ഇനി ഞാൻ വറവിടട്ടെ. ഗ്യാസ ഞാൻ കത്തിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊന്തിച്ച് നോക്കും, അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കറിവേപ്പിൻ്റെ ഇല വേണം, വറ്റൽ മുളക് വേണം, ഉള്ളി മുറിച്ചിടണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഇനി കുറച്ച് വേണം സംഭവങ്ങൾ. ഒന്ന് ചൂടായിക്കോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് പറയണേ, ഇത് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യം ഇടുന്നത് ഉള്ളി. ഞാൻ അത്ര അധികം ഉള്ളി ഇട്ടിട്ടുണ്ടോ? ഉള്ളി നല്ലതാ, ഉള്ളി ഇടണം. ഇതൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കിയിടണം. അതിൻ്റെ ആ സമയത്ത് നമുക്ക് കറിവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലയൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ്. നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ കറിവേപ്പിൻ്റെ ഇല പേടിക്കാണ്ട് ഇടാം, മരുന്നടിക്കാത്ത നല്ല കറിവേപ്പിൻ്റെ ഇലയാണ്. ഇനി ഞാൻ വറ്റൽ മുളക് ഇടട്ടെ. വറ്റൽ മുളകൊക്കെ വേഗം ഉള്ളിക്കാണ്. ഉള്ളി ഗോൾഡൻ കളറായി. ഇനി നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഈ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞളിടാം. കുറച്ചൊരു മഞ്ഞ കളറ്. ഇവിടെ മഞ്ഞളിൻ്റെ ഒക്കെ താല്പര്യം കുറവാണ്. ചപ്പിലൊന്നും ഞങ്ങൾ മഞ്ഞൾ ഇട്ടൂല. ഇന്നത്തെ ചപ്പിൽ ആരും സംശയം ചോദിച്ചിനി മഞ്ഞൾ ഇടണ്ടേ, കൊത്തിരി മഞ്ഞൾ ഇടണ്ടേ. ഞങ്ങൾ മഞ്ഞൾ അങ്ങനെ ഇടലില്ല അതിലൊന്നും. നല്ലോണം ഒന്നും ഇങ്ങോട്ട് മൂക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്നിങ്ങോട്ട് ചൂടായി റെഡിയായി വന്നാൽ മതി. നമ്മളിതിൽ ഉപ്പിട്ടില്ല, ഇനി ഉപ്പിടാൻ പോണേ ഉള്ളൂ. എന്താ ഇനി ഞാൻ മുതിര ഇടട്ടെ കേട്ടോ. ഇത്രയും കൂടുതലായിപ്പോൾ ഒരു ഗ്ലാസ് കുഴപ്പമില്ല, കൂടുതലായതിന് കുഴപ്പമൊന്നുമില്ല. പാത്രം ഇനി മാറ്റണ്ട ഇനിയില്ലേ, ഇനി വലുതൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ ഉപ്പിടട്ടെ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ കഥ കഴിയും. ഉപ്പ് ഒരൊത്തതല്ലെങ്കിൽ ഒത്തതായ ടേസ്റ്റാണ്, കൂടിപ്പോയാൽ തിന്നാനും കഴിയില്ല. ഇത് ഷുഗർ രോഗികൾക്കും പ്രഷർ രോഗികൾക്കും എല്ലാം ഇത് നല്ലതാട്ടോ. അപ്പോൾ ശരിക്കിപ്പോൾ നല്ല അടിപൊളി തോരനായി എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഉണങ്ങിക്കോട്ടെ. ഉണങ്ങാൻ തുടങ്ങിയോണ്ട് തന്നെ ഉള്ളത് ഇത്. ഇനി നമുക്ക് ഒരു കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കുക, അമർത്തി തീയൊന്ന് സിമ്മിലാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് യോജിക്കട്ടെ. അങ്ങനെ കുറച്ച് യോജിപ്പിക്കാനും വെച്ച് ഇവിടെ അങ്ങ് അടിപൊളി മുതിരത്തോരൻ, കർക്കിടക മാസത്തിലെ മുതിരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉപ്പൊത്തത് ഞാൻ നോക്കിയിട്ടോ, ഉപ്പൊത്തതാണ്, എല്ലാം ഒത്തതാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനധികം പൈസയൊന്നും വേണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ. ഉപ്പാക്കട്ടെ, ഇതിൽ നിന്ന് മാറ്റാം. കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ പകരം ഇതൊക്കെ ഉണ്ടാക്കി തിന്നു. നല്ല ആയി കഴിഞ്ഞു. മുതിരത്തോരൻ ഞങ്ങളിവിടെ എല്ലാം ഉണ്ടാക്കി തിന്നു കേട്ടോ. ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലല്ലേ, അപ്പം മുതിരക്കറി അവിടുത്തെ മെയിൻ ഭക്ഷണം ഒരുവിധം വീട്ടിലൊക്കെ. അങ്ങനെ അടിപൊളി മുതിരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്ക് പറ്റും, രാവിലെ ചായക്ക് പറ്റും, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മധുരട്ട് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് മുതിര വയറ്റിലാക്കി കൊടുത്താൽ കുട്ടികളെ വയറ്റിലായാൽ തന്നെ നല്ല ആരോഗ്യം കിട്ടും, ഉന്മേഷം കിട്ടും. അപ്പോൾ ഇത് അടിപൊളി. ഞാനിങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പ് വെച്ച് ഞാൻ തിന്നൂര കേട്ടോ. കാരണം എനിക്ക് എത്രയോ 1,50,000 മേലെ ആൾക്കാർ എനിക്കുണ്ട്. അവരെ മുന്നിൽ വെച്ചിട്ട് ഇത് തിന്നുക എന്നുള്ളത് എനിക്ക് സങ്കടമാണ്. നല്ല ടേസ്റ്റൊക്കെയാണ്, നല്ല നന്നായിട്ടുമുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീട്ടിൽ പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്രായക്കാർക്കും ഇത് ഫസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചോറിന് കറി ഉണ്ടാക്കുന്ന മുതിര അതും നല്ലതാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരും കേട്ടോ. മുതിര കറി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോൾ മുതിര ഉണ്ടാവും. അപ്പോൾ എൻ്റെ മുതിരത്തോരൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.